സിന്ദാബാദ് ഇതുവഴിക്കു ഹിതമൊരുക്കും ധർമ്മ വിപ്ലവം. ആരെങ്കിലും ഓൺലൈനിൽ വന്നാലേ പിന്നെ ഇത് കേൾക്കുന്നുണ്ടോ ലൈവ് പോകുന്നുണ്ടോ എന്ന് അറിയുള്ളൂ. ആരോ ഒരാൾ ഓൺലൈനിലുണ്ടല്ലോ, ആരാണ്? കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കമന്റ് യെസ് എന്ന് അടിച്ചാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോയായിരുന്നു. കുറച്ച് സമയമുള്ളൂ. അഞ്ചാൾക്കാരുണ്ട്. കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ വളരെ കത്തി നിൽക്കുന്ന ഒരു വിവാദമാണ്. വിവാദം എന്നും പറഞ്ഞുകൂടാ, ഒരാൾ ഉണ്ടാക്കിയ ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ചർച്ചയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ധോത്തി ചലഞ്ച്. അപ്പം ആദ്യമേ പറയാം, എനിക്കും ആ ധോത്തി ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ മുസ്ലിം ലീഗിന്റെ പഴയങ്ങാടി ശാഖ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു പക്ഷേ കെട്ടിജില്ല അത് പറഞ്ഞപ്പോൾ ഈ കാര്യം നിങ്ങളോടൊക്കെ വന്ന് തുറന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നെന്തുകൊണ്ടാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരമായിട്ട് തുണി ഉപയോഗിക്കാത്ത ഞങ്ങൾ കുറച്ച് ലീഗുകാരുണ്ട്. ജലീൽ പറഞ്ഞ പോലെ അല്ലാതെ. അപ്പം ഞങ്ങൾ ധോത്തി ചാലഞ്ചിന് 600 രൂപ കൊടുത്തപ്പോൾ ഞങ്ങൾക്കറിയാം ആ ധോത്തിക്ക് 600 രൂപയില്ല. അതിൻ്റെ കോസ്റ്റ് 200, 150, ചിലപ്പോൾ 100 ആയിരിക്കാം എന്നും ഞങ്ങൾക്കറിയാം. അത്രയൊന്നും അല്ല, അതിനേക്കാളുണ്ട്. രാംരാജിൻ്റെതാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം ഞങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മുതിർന്ന ലീഗുകാരുണ്ട്. ഇപ്പം നജീബളേനെ പോലെ എൻ്റെ ഉപ്പ ലീഗിൻ്റെ പ്രസിഡന്റാണ് മണ്ഡലം. അപ്പോൾ അവരൊക്കെ കൂടി തീരുമാനിച്ചു, മുണ്ട് ഉപയോഗിക്കാത്തവരുടെ മുണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ആർക്കെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് ദാനം ചെയ്യാം, അല്ലെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ? ഞങ്ങളുടെ നാട്ടിൽ മുണ്ട് ഉപയോഗിക്കാത്ത ആൾക്കാർ 600 രൂപ കൊടുത്ത് മുണ്ട് വാങ്ങി. മനസ്സിലായോ? ജലീൽ സാഹിബ് മനസ്സിലാക്കണം. ഞങ്ങൾ 600 രൂപ കൊടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ 200 രൂപയുടെ മുണ്ട് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ആ മുണ്ട് ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റും കൊടുത്തു. ഇതൊക്കെ ഞങ്ങളെ ലീഗുകാർക്ക് മാത്രം പറ്റുന്ന, മുസ്ലിം ലീഗിലും പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില മാജിക്കാണ്. ഇനി നാളെ മുസ്ലിം ലീഗ് ഇതുപോലെ എന്തെങ്കിലും ചലഞ്ചുമായിട്ട് വന്നിട്ട് ഞങ്ങളോടൊരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് 1000 ചോദിച്ചാൽ നമ്മളത് 1000 കൊടുക്കും. ചിലപ്പോൾ അത് 100 രൂപൻ്റെ സാധനമായിരിക്കും. പക്ഷേ ബാക്കി കൊടുക്കുന്ന 900 രൂപ മുസ്ലിം ലീഗ് എന്തിനു ഉപയോഗിക്കും? മുസ്ലിം ലീഗ് എന്തിനാ ഉപയോഗിക്കൽ? ഇത്ര കാലം എന്തിനാണ് മുസ്ലിം ലീഗ് ചെയ്തെന്നുള്ള നല്ല ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ജലീൽ സാഹിബ് എന്ത് ചെയ്യണ്ട, മുസ്ലിം ലീഗിൻ്റെ കാര്യം കുറേ ആലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട. ഇനി എങ്ങാനും നിങ്ങളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കാണിച്ച ആ തുണി ഒരു 5000 രൂപക്ക് ഞാനത് വാങ്ങും. നിങ്ങൾ എത്ര കാണിച്ച് 200 രൂപക്ക് 600 തുണി ആരോ വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നു എന്നല്ല പറഞ്ഞ്. നിങ്ങൾ ആ 5000-ൽ 2500 നിങ്ങൾക്ക് തന്ന കക്ഷിക്കും കൊടുക്കുക നഷ്ടപരിഹാരമായിട്ട്. ഒരു 2500 രൂപക്ക് നിങ്ങൾ നല്ല ചികിത്സയും ചെയ്യുക. പറ്റുവാണെങ്കിൽ ബാക്കി ചികിത്സക്ക് വേണ്ടിയിട്ട് ലീഗ് കുറച്ചൊരു ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, അറിയില്ല. അതുകൊണ്ട് നല്ലവരായിട്ടുള്ള നാട്ടുകാർ മനസ്സിലാക്കേണ്ടത്, അവർക്കെല്ലാം അറിയാം. ലീഗ് ഈ ധോത്തി ചലഞ്ച് ചെയ്തത്, ധോത്തി ചലഞ്ചിലൂടെ ധോത്തി ഒരു 600 രൂപയുടെ ചലഞ്ച് നടത്തിയിട്ട് 550 രൂപയുടെ ധോത്തി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ബിരിയാണി ചലഞ്ച് ഉണ്ട്, പായസം ചലഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ചലഞ്ചുകൾ നടക്കലുണ്ട്. അതുപോലെ ലീഗ് വളരെ നല്ലൊരു കാര്യത്തിന് വേണ്ടി നടത്തിയ ചലഞ്ചാണ്. അതുകൊണ്ട് വെറുതെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര നല്ല പ്രവർത്തികളുടെ വിശ്വാസ്യതയെ പോലും തകർക്കുന്ന രീതിയിൽ സ്വയം ചെറുതാകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആരോപണങ്ങളായിട്ടൊന്നും വരരുത്. എന്തായാലും കേട്ടവർക്കൊക്കെ താങ്ക്സ്. കെട്ടി ജലീലും ഇത് കേൾക്കുമെന്ന് എനിക്കറിയില്ല. കേട്ട് ഞാൻ മനസ്സിലാക്കുക, ഞങ്ങൾ ലീഗുകാർ ഇങ്ങനെയാണ്, നാളെ ഇങ്ങനെയായിരിക്കും. പിന്നെ നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ഐശ്വര്യം. നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിപ്പം സങ്കടം, ഞാൻ 600 ഒന്നല്ലേ വാങ്ങിയുള്ളൂ, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ 3 മേടിച്ചേനെ. ഇനി പറ്റുവാണെങ്കിൽ ഇങ്ങനത്തെ ചലഞ്ച് തുടങ്ങുമ്പോൾ തന്നെ, അതായത് ചലഞ്ച് ഇപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആ ഉദ്ഘാടനം നടത്തുന്ന ദിവസം തന്നെ പറ്റുവാണെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുക. തുടർന്നുള്ള ദിവസങ്ങളിൽ സാധാരണ ഞങ്ങൾ ചെയ്യുക, ഞങ്ങളിങ്ങനെ പോസ്റ്റർ ഇറക്കിയിട്ട് 1 ലക്ഷം ക്യാമ്പിൽ കയറി 5 ലക്ഷം പിരിച്ചു ഞങ്ങൾ പോസ്റ്റർ ഇറക്കിയിട്ടാണ് ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ജലീൽ സാഹിബ് അതൊന്നും ചെയ്യണ്ട. ജലീൽ സാഹിബ് എന്ത് ചെയ്യുക, നമ്മളൊക്കെ ആ പ്രൊമോഷൻ വർക്ക് നിർത്തിയിട്ട് നിങ്ങൾ ഇതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നമ്മൾ എന്തെങ്കിലും ചാലഞ്ച് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും വിളിച്ചിട്ട് ഇതിൽ വിവാദമുണ്ട്, ഇതിൽ പിന്നെ എന്താ പറയാ, ഇതിൽ കള്ളത്തരുണ്ട്, ഫിറോസ് അടിച്ചു മാറ്റി, ഫിറോസ് ഫ്രൈഡ് ചിക്കൻ കട നടത്തിയിട്ടാണ് ജീവിക്കുന്നതൊക്കെ മറ്റേ നിങ്ങൾ വെറുതെ ഇങ്ങനെ വിവാദം ഉണ്ടാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ലീഗുകാർ എന്ത് ചെയ്യും, കൂടുതൽ ധോത്തി വാങ്ങും. 7 കോടി വേണ്ടിയിട്ട് നമുക്ക് 14 കോടി കിട്ടും. അപ്പോൾ എന്തായാലും ജലീൽ സാഹിബിനോട് ഒരുപാട് നന്ദിയുണ്ട്.
നമ്മളെ ലീഗ് പ്രവർത്തകരെയൊക്കെ ഉണർത്തിയതിന്, ഞങ്ങളുടെ ധോത്തി ചലഞ്ച് വിജയിപ്പിച്ചതിന്, ഇനി വരുന്ന അതുപോലത്തെ ചലഞ്ചുകൾ ഇതിനേക്കാൾ വലിയ വിജയമാക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, ശരി എന്നാൽ.